ഈ ബാർക്കോഴ ഈ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വലിയ അർത്ഥമൊന്നുമില്ല. ഇത് രണ്ടാം ഘട്ടമൊന്നുമല്ല. ഈ ബാർ എന്ന് പറഞ്ഞ ബാർ കോഴ എന്ന് പറയുന്നത് എപ്പോഴും ഈ ബാറിൽ നിന്നാണ് സർക്കാർ, അതായത് ഓരോരുത്തർ സർക്കാരായാലും അതല്ലാതെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ ഉപാധിയായിട്ട് ഈ ബാറുകളെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സത്യം തന്നെയാണ്. അത് പരസ്യമായ ഒരു രഹസ്യം കേട്ടോ എന്ന് നമുക്ക് പറയാം. ആ രീതിയാണ്. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും, ഇപ്പോൾ വലതുപക്ഷം വന്നാലും ഇടതുപക്ഷം വന്നാലും ശരി, ഈ ബാറുകാർക്ക് കിടക്കപ്പെടുന്നില്ല. കാരണം അതിനകത്ത് അതേപോലുള്ള ലാഭമുള്ള ഒരു ബിസിനസ്സാണ് ഈ ബാർ. അപ്പൊ ഈ ബാറുകളെ ഏറ്റവും കൂടുതൽ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു നയം ഉണ്ടാക്കിയെടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം അത്രത്തോളം എണ്ണം കൂടിപ്പോയി. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെയൊക്കെ 10 ഇരട്ടിയല്ല, അതിനൊക്കെ അപ്പുറമാണ് ബാറുകളുടെ എണ്ണം. അപ്പോൾ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴും അവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടാവുന്നിടത്തോളം പണം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഗുരുതരമായ ഒരു അഴിമതി, വെറും അഴിമതി ആരോപണമൊന്നും അല്ലത്. കാരണം ഇതിന്റെ ചർച്ചയൊന്നും തുടങ്ങാതെ ഈ ഡ്രൈ ഡേ മാറ്റാൻ ആലോചന എന്ന് മാധ്യമങ്ങൾ കുറെ നാളുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാധ്യമ സൃഷ്ടിയൊന്നും അല്ല. അതിനെ സംബന്ധിച്ച് അവിടെ ചർച്ച നടന്നു. ആ ചർച്ച നടന്നിട്ട് അവസാനം ഇത് പുറത്തു വന്നത് ഒരു ബാറുടമ, അയാള് ഇതിന്റെ ഈ അവരുടെ അസോസിയേഷന്റെ ഒരു ഭാരവാഹിയാണ്. അയാള് എല്ലാവരുടെ ബാക്കി ബാറുകാരുടെ അടുത്തൊക്കെ നമുക്കൊരു 2.5 ലക്ഷം രൂപ വെച്ച് ഓരോരുത്തർ കൊടുക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഇതിന്റെ പോളിസി ഉണ്ടാക്കാനാണ്. ഗവൺമെന്റിന്റെ പോളിസിക്ക് ഈ ബാറുകാരെ തീരുമാനിക്കുന്ന ഗവൺമെന്റിന്റെ പോളിസി എന്താണെന്ന്, ആ ഗവൺമെന്റിന്റെ പോളിസി ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ് ഈ 2.5 ലക്ഷം രൂപ വീതം ഓരോ ബാറുകാരനും കൊടുക്കേണ്ടത്. ഇത് ഏതായാലും അത് മാത്രമല്ല, ഇയാളത് മെസ്സേജ്, വോയിസ് മെസ്സേജ് അങ്ങ് ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പം അയാളത് മാറി പറയുന്നത്. കാരണം എന്താണെന്നറിയോ, ഭീഷണിയുണ്ട്. റോഡിൽ ഇറങ്ങി അടിയുള്ളും എന്നറിയാം. കാരണം DYFIക്കാർ എടുത്തിട്ട് താങ്ങും ചാർത്തും. അവർ നീതി നടത്താനായിട്ട് അവർ ഇരിപ്പുണ്ട് റോഡിൽ. പിന്നെ അല്ലെങ്കിൽ SFIക്കാരുണ്ട്. കാരണം ഇവർക്കൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെ അവർ നീതി നടത്താനായിട്ട് വെളിയിലെ ആളുകളുള്ളിടത്തോളം കാലം ഇയാൾക്ക് ഇനി അത് ഭയന്ന് ഇത് മാറ്റി പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ബാക്കി ബാറുകാർ, അതിൻ്റെ ഭാരവാഹികൾ, അവരിത് ഇടക്കഴുത്തിന് പിടിച്ചു, ഇയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരു സമാന്തര സംഘടന ഉണ്ടാക്കാൻ തുടങ്ങി എന്നും പറഞ്ഞാണ് ഇപ്പൊ അയാൾക്ക് പേര് നടപടി എടുത്തേക്കുക. കാരണം അങ്ങനെ പറഞ്ഞാലേ നടക്കുള്ളത്. കാരണം ഇത് ഇവരൊന്നും എടുത്തതല്ല, തീരുമാനം എടുത്തതല്ല എന്നൊക്കെ വേണ്ടേ. ഒരു അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രഹസനം ഓർഡർ ചെയ്തിട്ട് മന്ത്രി നേരെ അങ്ങ് വിദേശത്ത് പോയി. കാരണം ഇപ്പൊ ഇവർക്ക് വേണ്ടതെന്ന് ഒരു അലിഗേഷനൊക്കെ വരുമ്പോൾ ഉണ്ടെങ്കിൽ അത് കെട്ടടങ്ങിയിട്ട് ഇനി തിരിച്ചു വരാവൂ. ഇപ്പൊ അദ്ദേഹം അവിടെ യൂറോപ്പിൽ തണുപ്പടിക്കാനായിട്ട് പോയേക്കാണ് കേട്ടോ. ആ രീതിയിൽ അങ്ങോട്ട് പോവാ. അവിടെയൊക്കെ ചെന്ന് ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങളൊന്നും ഇതൊക്കെ ഇവിടെ അങ്ങ് ഒതുങ്ങി കഴിഞ്ഞിട്ട് പതുക്കെ തല കാണിച്ച് ഇവിടെ എല്ലാം റെഡിയായോ എന്ന് നോക്കിയിട്ട് ഇനി വരാം. അങ്ങനെ ചെയ്യുന്ന ഒരു പണിയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. പൈസ ഉണ്ടല്ലോ, ഈ വിദേശത്തൊക്കെ പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ യൂറോപ്പിൽ ഒക്കെ സന്ദർശിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിലവുള്ള കാര്യമാണ്. നല്ല ചിലവുള്ളതാണത്, പണച്ചെലവ്. അത് ഇവർക്ക് എവിടുന്ന് കിട്ടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ. സ്പോൺസേഴ്സും അവരും ഒക്കെ സാധാരണ ഒരുപാടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എങ്ങനെയോ അത് അവരുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ കാര്യം, അതിനകത്ത് ചെയ്യാൻ പോകുന്നില്ല. കാരണം വിദേശ സന്ദർശനം ഞാൻ പോകാറുള്ളതാണ് സ്ഥിരമായിട്ട്. അപ്പോൾ പോകണം, നല്ലതാണ്. അവിടുത്തെ നല്ല കാര്യങ്ങൾ കണ്ട് പഠിക്കാൻ പോയാൽ നല്ലതാണ്. അല്ലാതെ അവിടെ ഇവിടെ ഏതൊക്കെ വിധത്തിൽ ഇവിടെ കൊള്ളയടിക്കുക എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള പോക്കാണെന്നുണ്ടെങ്കിൽ അത്ര ശരിയാവത്തില്ല. ഇനി അത് പോയിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ ഈ അന്വേഷണം ഇപ്പം നടക്കാൻ പോവുക. എന്തോ അന്വേഷണം നടത്തുന്നത്, ഇവരെന്തോ അന്വേഷണം നടത്തുന്നത്. ഇതിനകത്ത് ഒരു FIR പോലും ഇതിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതിൻ്റെ പേര് പണപ്പിരിവ് നടന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ പണപ്പിരിവ് നടന്നത് ഇവിടുത്തെ കുടിയന്മാർക്ക് വേണ്ടിയല്ല കേട്ടോ. ഇവിടുത്തെ പിന്നെ വേറെ അതേപോലെ ഉദ്യോഗസ്ഥർക്ക്, പ്രമുഖർക്ക് വേണ്ടിയൊന്നും അല്ല. ഇത് നടത്തിയേക്കുന്നത് ആർക്കാ? രാഷ്ട്രീയക്കാർക്കും. ഇപ്പോൾ അതായത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതേപോലെ തന്നെ ബാക്കി അതിൽ ഇവർ ബാർ ഉടമകൾക്കും വേണ്ടി മാത്രമുള്ള തീരുമാനങ്ങളാണ് ഇതിൽ വന്നേക്കുന്നത്. ഇത് ട്രൈ ഡേ മാറ്റാനുള്ള ആലോചന, ഇനി IT പാർക്കുകളിലൊക്കെ കൊണ്ടുവന്നിട്ട് മദ്യം വിളമ്പി കൊടുക്കാൻ ഉള്ള ആലോചന. എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ തന്നെ അതിനൊരു സംവിധാനം കൂടെ ഉണ്ടാക്കണം ഇവർക്ക്. അതായത് ഇവന്മാർക്ക് ഇത് എടുത്ത് കുടിക്കാനൊക്കെ ചിലപ്പം ബന്ധപ്പാടായിരിക്കും, അവർക്ക് സമയം കാണത്തില്ല. അതുകൊണ്ട് അവരുടെ വായിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഇത്. അതിനും കൂടെ ആരെങ്കിലെയൊക്കെ
നിയമിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ആലോചന നടന്നിട്ടില്ല. പിന്നെ ആലോചന നടക്കാതാണോ ഈ ബാറുകളുടെ സംഘടന പണം പിരിക്കുന്നത്? പണ്ടും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഇപ്പോൾ ഈ പിണറായി സർക്കാർ വരുന്നതിനും മുമ്പ് ഉള്ള സർക്കാരിൻ്റെ കാലത്തും ഇതാണ് നടന്നുകൊണ്ടിരുന്നത്, നമ്മൾ കണ്ടതല്ലേ. അതിന് അതിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളുണ്ടായി. കോഴ വാങ്ങി എന്നുള്ള ഒരു ആരോപണം ഉണ്ടായി. ആ കോഴ വാങ്ങിയതിൻ്റെ പുറത്ത് നിയമസഭയിൽ മേശപ്പുറത്തുള്ള ഡാൻസൊക്കെ നമ്മൾ കണ്ടതല്ലേ, അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതേപോലുള്ള കലാപരിപാടികളൊക്കെ അന്ന് നടന്നതാണ്. അപ്പോൾ ഇത് ഇനിയും നടന്നുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ അതിനപ്പുറത്ത് ആരോപണമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എന്നാൽ 25 കോടി രൂപ ആണ് ഇത് കളക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, എന്നാലേ പറ്റുള്ളൂ. കാരണം അത് കളക്ട് ചെയ്ത് കൊടുക്കണം. അത് അവർ, അല്ലെങ്കിൽ അത് നമ്മൾ ഏത് സർക്കാരിൻ്റെ ആയാലും പോളിസി തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ വേണം എന്നുള്ളതാണ് ആ പ്രസംഗത്തിൽ നിന്ന്, ആ പ്രസ്താവനയിൽ നിന്ന് വന്നത് കേട്ടോ. ഏതായാലും ഇത് വെളിയിലായി, ഇത് പ്രശ്നമായി. അപ്പോൾ അതിന് ഒരു ആലോചനയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ടൂറിസം സെക്രട്ടറിയും അതുപോലെ തന്നെ ടൂറിസം ഡയറക്ടറും അവരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആലോചന നടന്നു. സൂം മീറ്റിംഗ് നടന്നു. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള സൂം മീറ്റിംഗ് നടന്നു. അതിനകത്ത് ഈ അതായത് ബാറുകളുടെ സംഘടന, അവരുടെ പ്രതിനിധികളുണ്ടായിരുന്നു ഈ സൂം മീറ്റിങ്ങിന്. അതിനകത്ത് അജണ്ടയൊക്കെ തീരുമാനിച്ചിട്ട് സൂം മീറ്റിംഗ് നടന്നത്, അത് മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗ് നടന്നപ്പോൾ എന്താ, അതിനകത്ത് ഒരു ചെറിയ വിവരം ഇതൊന്നും സംസാരിച്ചതേ ഉള്ളൂ. വേറെ കാര്യത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ. അതായത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഈ ടൂറിസം ഇതിനകത്ത് വന്ന് കയറുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കണം. കാരണം ഈ ടൂറിസത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ മരുമോനായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ടൂറിസത്തിന് ഇങ്ങനെയുള്ളതിനകത്തെല്ലാം ഇപ്പം ടൂറിസം ഉണ്ട്. ഇപ്പം മദ്യത്തിന്റെ ഇടപാട് വന്ന് അതിലും ടൂറിസം വരും. കാരണം ആ മന്ത്രിക്ക് ഇങ്ങോട്ട് കയറണ്ടേ, ഇതിനകത്ത് ഏതിലും കൈയടത്താമല്ലോ, മരുമോനല്ലേ. മരുമകന്റെ രാഷ്ട്രീയമാണ് ഇപ്പം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കുടുംബം തൊലച്ചിട്ടാണ് ഈ പണം ഉണ്ടാക്കുന്നത്? ഈ രാഷ്ട്രീയക്കാരെ ആരെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ജനങ്ങൾക്ക് ഇതല്ലേ അവരുടെ അതായത് ഈ പണം പിടുങ്ങിയെടുക്കുന്ന മാർഗം. ഒരു കാശ് ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ഒരെണ്ണം തൊട്ടടുത്ത് വരും. പിറ്റേ ദിവസം അതോടുകൂടി അവൻ്റെ കച്ചവടം പൂട്ടി. അത് പേടിച്ച് ഇവർ പൈസ കൊടുക്കും. ഇവര് അതിനെന്താ, ഇതിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ലാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ലാർജ് എന്ന് പറയുന്ന ഒരു മദ്യത്തിന്റെ അളവ്, അത് ആദ്യം ഒരു 2-3 എണ്ണം വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന് കിട്ടുന്നത് ലാർജ് ആണെന്നോ സ്മാളാണെന്നോ ഒന്നും അവനറിയത്തില്ല. അതാണ് ഇതിന്റെ ഇടപാട്. പിന്നെ ഇതിന്റെ അളവ് അതിൽ നിന്നൊരു 10 ml വീതം കുറച്ചാലും അവർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചിലപ്പം വെറും വെള്ളമായിരിക്കും കൊണ്ടു കൊടുക്കുന്നത്, സോഡ, അതും വാങ്ങിച്ച് കുടിക്കും. കാര്യം എന്തെന്നൊരു ബോധമില്ലാതിരിക്കുകയല്ലേ. അപ്പൊ ഇത് ഇങ്ങനെയാണ് അവർ ഈ പണം ഉണ്ടാക്കുന്നത്. അത് കറക്റ്റാണ്. അപ്പോൾ ഇന്നാൾ ഒരാൾ പറഞ്ഞു കേട്ടോ, അതായത് ഈ മദ്യം ഒഴിക്കുന്ന ഏതോ ഒരു വലിയ പാത്രത്തിൽ വെച്ചാണ്. ഞാൻ ഈ ബാറിനകത്ത് കയറിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. ഏതോ ഒരു വലിയൊരു സ്റ്റീൽ പാത്രം പോലുള്ള ഒരെണ്ണത്തിനകത്ത് ആണ് ഇതിൻ്റെ അളവ്. അപ്പോൾ അതിൽ നിന്ന് ഓരോ തവണ ഒഴിക്കുമ്പോഴും ഇതിൽ കുറേ വീഴും. അതെന്ന് പറഞ്ഞാൽ നാനാവിധ മദ്യങ്ങളാണ് അത് വീഴുന്നത്. എന്ന് വെച്ചാൽ ആ ബാറിൽ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ അതിൽ കാണും. അവസാനം ഇത് പണ്ട് ആരും ഇങ്ങനെ ഈ ഒരു മദ്യം വേറൊരു മദ്യമായിട്ട് ചേർന്ന് ആരും കഴിക്കാൻ പാടില്ലെന്നാണ് അതിൻ്റെ പ്രിൻസിപ്പിള്. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഈ സാധനത്തിനാണ് ഇതിപ്പോൾ, അതായത് ഈ അവസാനം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടു കൊടുക്കും. അപ്പം ഇത് എൻ്റെ ഒരു സുഹൃത്തി അടുത്ത സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായി, ഞാൻ കേട്ട് ചിരിച്ചു പോയി അത് കേട്ടോ. പുള്ളി വല്ലപ്പോഴും ഒക്കെ മദ്യപിക്കുന്ന ആളാണ്. അപ്പം മദ്യപിച്ച് ഈ നോക്കുമ്പോൾ ഈ കുപ്പിയിലൊക്കെ അവസാനം ഒരു ശകലമൊക്കെ ബാക്കി വരിക, അതവിടെ ഇരിക്കും. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ ഏതാണ്ട് ഒരു 10-100 കുപ്പി പലപ്പോഴായിട്ടുള്ളത് ഇന്ന് കുറേശ്ശെ ഇരുന്ന് ഇതെല്ലാം കൂടെ അദ്ദേഹം എന്താ ചെയ്യുന്നറിയാം, അത് പലവിധ മദ്യങ്ങളാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ചപ്പോൾ 2 കുപ്പി ഉണ്ടായിരുന്നു നിറച്ച്, എല്ലാ ഐറ്റം. അങ്ങനെ വലിയ 2 സ്ലാബ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറാനായിട്ട് ഒരു 4 സ്ലാബ് പിടിച്ചിടണം. കോൺക്രീറ്റ് സ്ലാബാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് വല്ലതും JCB അതുപോലുള്ള സാധനം അങ്ങനെ കൊണ്ടുവന്നിട്ട് താങ്ങിയെടുത്ത് ഇത് കൊണ്ടുവന്ന് വെക്കുന്നതല്ലാതെ ഇത് മനുഷ്യനെ കൊണ്ട് വലിയ പാടാണ്. ഒരു 10 പേരെങ്കിലും 15 പേരെങ്കിലും വിചാരിച്ചാലേ അത് നീക്കിയെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ഒരു 4-5 നല്ല മദ്യപന്മാരെ വിളിച്ചു.
വിളിച്ചു കഴിഞ്ഞിട്ട് എന്താണെന്നറിയാം, ഈ ഒരു കുപ്പിയം കൊടുത്തു കേട്ടോ. ആദ്യം ഇരുന്ന് അടിച്ചിട്ട് ഇവന്മാർ 10 പേര് സ്കൂളായിട്ട് എടുത്ത് ഈ സാധനം പൊക്കിയെടുത്ത് അവിടെ വെച്ചു കഴിഞ്ഞിട്ട് പിറ്റേന്ന് അന്വേഷിച്ച് വന്നേക്കുന്നു ഇനി വല്ല ജോലിയുണ്ടോ എന്ന് ചോദിക്കാൻ. കാരണം അത്രത്തോളം എഫക്റ്റീവായിരുന്നു ഈ സാധനം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതായിരുന്ന കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെ ഇതിന് പൈസ ഉണ്ടാക്കുന്നത് ഈ ബാറുകാർ ഇതുപോലെ പൈസ ഉണ്ടാക്കുന്നത്. അത് ഇവരെ ഞെക്കിപ്പിഴിഞ്ഞ് എടുത്ത് എന്ന പണം അതിൽ നിന്നൊരു വീതം ഇവർ രാഷ്ട്രീയക്കാർ വാങ്ങിച്ചുകൊണ്ടു പോകും. അത് ഏത് രാഷ്ട്രീയമായാലും ഇപ്പോൾ ഇതാണ്.